ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എൻ്റെ മാംസം തിന്നണം, എൻ്റെ രക്തം കുടിക്കണം എന്ന് യേശു പറഞ്ഞത് പ്രതീകാത്മകമായ അർത്ഥത്തിലാണ്, ആലങ്കാരിക അർത്ഥത്തിലാണ്, രൂപകാർത്ഥത്തിലാണോ, അതോ ശരിക്കും യഥാർത്ഥ അർത്ഥത്തിലാണോ? അക്കാലത്ത് തന്നെ ഇവന്റെ പച്ചമാംസം നമുക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും, ഇവന്റെ രക്തം എങ്ങനെ കുടിക്കാൻ പറ്റുമെന്ന് യഹൂദന്മാർ ചോദിച്ചിരുന്നു. ഇപ്പം നമ്മുടെ യഹോവ സാക്ഷികൾ, പെന്തക്കോസ്തക്കാർ, ദൈവസഭക്കാർ, പിന്നെ പ്രോട്ടസ്റ്റന്റിലെ പല വിഭാഗങ്ങളും ഒക്കെ അന്ന് യഹൂദന്മാർ ചോദിച്ച അതേ ചോദ്യം തന്നെ ചോദിക്കുന്നു. എന്നിട്ട് പറയുന്നു പ്രതീകാത്മക അർത്ഥത്തിലാണ് കർത്താവ് പറഞ്ഞത്, അല്ലാതെ യഥാർത്ഥ അർത്ഥത്തിലല്ല എന്നെല്ലാം പറഞ്ഞിട്ട് വ്യാഖ്യാനങ്ങളുണ്ട്. നമുക്കിന്ന് അതിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കാം. ലത്തീൻ വേദപാഠകം കോർപ്പസ് ക്രിസ്തി ഞായർ. ഇന്നലെ വ്യാഴാഴ്ചയാണ് കോർപ്പസ് ക്രിസ്തി പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ലത്തീൻ സഭയിൽ പലയിടത്തും ആഘോഷിക്കുന്നത്. എന്നാൽ പല രാജ്യങ്ങളിലും വ്യാഴാഴ്ച കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 51 മുതൽ 58 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം ഭക്ഷിക്കുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ നൽകാനിരിക്കുന്ന അപ്പം ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന എന്റെ മാംസം ആകുന്നു. അപ്പോൾ യഹൂദന്മാർ പരസ്പരം തർക്കിച്ചു, തന്റെ മാംസം നമുക്ക് ഭക്ഷിക്കാൻ തരാൻ ഇവൻ എങ്ങനെ കഴിയും? യേശു അവരോട് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അന്ത്യദിനത്തിൽ ഞാൻ അവൻ ഉയർപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ആകുന്നു. പിതാക്കന്മാർ ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. തന്റെ മാംസം ഭക്ഷിക്കാൻ തരാൻ ഇവൻ എങ്ങനെ കഴിയും? 6:52 യോഹന്നാൻ 6:52 യഹൂദന്മാർ ചോദിച്ച ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പലരും ചോദിക്കുന്ന ചോദ്യം. മനുഷ്യമാംസം തിന്നുക എന്ന പാപം ചെയ്ത് നരഭോജികളാകാൻ പറ്റുമോ എന്നാണ് ശ്രോതാക്കൾ ചോദിക്കുന്നത്. ഇന്നത്തെ ആളുകളും യേശുവിന്റെ മാംസം ഭക്ഷിക്കുകയോ? അത് അരോചകമല്ലേ എന്നാണ് ചോദിക്കുന്നത്. നിയമാവർത്തനം 28:53. വാസ്തവത്തിൽ ഇതൊരു തെറ്റിദ്ധാരണയാണ് ഈ ചോദ്യം. തന്റെ ഭൗമിക ജീവിതത്തിൽ യേശുവിനുണ്ടായിരുന്ന ഭൗതിക മാംസമല്ല നമുക്ക് ഭക്ഷിക്കാനായി യേശു തരുന്നത്. മരിച്ചവരിൽ നിന്ന് ഉയർത്തതിന് ശേഷം യേശുവിനുണ്ടായ തേജസാർന്ന മാനുഷികതയാണ് നമുക്ക് ഭക്ഷിക്കാനായി അവൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്ന അപ്പം ആകുന്നു എന്ന് യേശു പറയുന്നത്. ലിവിംഗ് ബ്രെഡ്, ഞാൻ ജീവിക്കുന്ന അപ്പമാകുന്നു. മരിച്ചിട്ട് ഉയർത്തവനാണ്, ആ തേജസാർന്ന ആളത്വമാണ് നമുക്ക് തരുന്നത്, അല്ലാതെ പച്ചമാംസം ഭക്ഷിക്കാനല്ല. 6:53 പറയാണ്, മാംസം ഭക്ഷിക്കും രക്തം കുടിക്കും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ജീവനില്ല. യേശു വളരെ ആക്ഷരികമായിട്ടാണ്, ലിറ്ററൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ അത് കൗതാശികമായിട്ടാണ്, ആലങ്കാരികമായിട്ടോ പ്രതീകാത്മകമായിട്ടോ അല്ല. ഞാൻ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ പറയാം. ആലങ്കാരികവും പ്രതീകാത്മകമായ അർത്ഥത്തില് മാംസം തിന്നുക, രക്തം കുടിക്കുക എന്നതിന് യുദ്ധത്തിലെ ക്രൂരതകൾ എന്നാണ് അർത്ഥം. മാംസം തിന്നുകയെന്നോ രക്തം കുടിക്കാന്നോ പറഞ്ഞാൽ, ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രതീകാത്മകമായിട്ട് പറഞ്ഞാൽ യുദ്ധത്തിലെ ക്രൂരതകൾ എന്നാണ്. നിയമാവർത്തനം 32:42, യഹസ്കേല് 39:17-18. അപ്പൊ പ്രതീകാത്മക അർത്ഥത്തിൽ കർത്താവ് പറഞ്ഞ യുദ്ധത്തിന്റെ ക്രൂരതകൾ എന്നർത്ഥം വരും, പ്രതീകാത്മക അർത്ഥത്തിൽ പറഞ്ഞാല്. അപ്പൊ കർത്താവ് ആക്ഷരികമായിട്ടാണ് പറയുന്നത്, പ്രതീകാത്മക അർത്ഥത്തിലല്ല. പക്ഷെ ആക്ഷരികം എന്ന് പറഞ്ഞാലും അത് കൗതാശികമാണ്. പടയ ഉടമ്പടിയുടെ നിയമം അനുസരിച്ച് മൃഗങ്ങളുടെ രക്തം കുടിക്കാൻ പാടില്ല. ഉൽപ്പത്തി 9:4, ലേവ്യര് 17-ാം അധ്യായം 10 മുതൽ 13 വരെ, നിയമാവർത്തനം 12-16. അതായത് ഈ രക്തത്തിൽ ജീവനുണ്ടെന്നാണ്. മൃഗങ്ങളുടെ രക്തം കുടിച്ചാൽ മൃഗങ്ങൾ ജീവൻ കഴിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ തീർത്തും സ്വാഭാവികവും മനുഷ്യനേക്കാൾ താഴ്ന്ന ഒരു ജീവനെ കഴിക്കുന്നതിന് തുല്യമാകും. അപ്പൊ ഈ വിലക്കിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല കർത്താവ് പറയുന്ന രക്തം കുടിക്കുക എന്നതിന്റെ അർത്ഥം.
യേശുവിന്റെ കൽപ്പന ആ രക്തം കുടിക്കാൻ പാടില്ല എന്ന പഴയ നിയമത്തിലെ വിലക്കിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല. യേശു നൽകുന്ന ജീവൻ സ്വാഭാവിക ബയോളജിക്കൽ ജീവനല്ല, അതിസ്വാഭാവിക ജീവനാണ്. അത് നമ്മെ മൃഗങ്ങളുടെ നിലയിലേക്ക് വലിച്ചിറക്കുകയല്ല, ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാക്കുന്ന തരത്തിൽ നമ്മെ ഉയർത്തുകയാണ്. 2 പത്രോസ് 4:1-4 കത്തോലിക്ക സഭയുടെ മതബോധനം 1391. നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ ജീവനില്ല. ആ ജീവൻ എന്ന് പറയുന്നത് ബയോളജിക്കൽ ജീവനല്ല, നിത്യജീവൻ അല്ലെങ്കിൽ അനശ്വര ജീവനാണ്. ജീവശാസ്ത്രപരമായ ജീവൻ, അതീതമായ ജീവൻ. ഏത് ജീവനിലേക്കാണോ യേശു മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പിലൂടെ കടന്നുപോയത്, ആ ജീവനാണ്. അതിപ്പോഴേ തരുകയാണ്. എന്റെ കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, വളരെ വ്യക്തമായിട്ട് പറയുന്നത്. 6-6 അധ്യായം 54 വാക്യം, എന്റെ മാംസം തിന്നുകയും. ഇവിടെ തിന്നുക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ട്രോഗോ എന്നാണ്. ട്രോഗയിൻ അതിന്റെ ഇൻഫിനിറ്റീവ് ട്രോഗോ. പുതിയ നിയമത്തിൽ ആകെ 6 പ്രാവശ്യം ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. അവയിൽ 5 പ്രാവശ്യവും 4-ാം സുവിശേഷത്തിലാണ്. അതായത് ഈ 6-ാമത്തെ അധ്യായത്തിലാണ്. പിന്നെ മത്തായി 24:38 പറഞ്ഞുള്ളത്. കോവർ കഴുതകള്, പന്നികള്, ആടുമാടുകള് എന്നിവയ്ക്ക് തീറ്റ കൊടുക്കുമ്പോൾ അവ തിന്നുന്ന, ചവച്ചരച്ച് തിന്നുന്ന, അതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഈ ട്രോഗോ. ഗ്രീക്ക് സാഹിത്യത്തിൽ പൊതുവെ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഈ ആടുമാടുകള്, കന്നുകാലികളൊക്കെ കഴിക്കുന്നത് ച്യൂ എന്ന് പറയില്ലേ, ചവച്ചരച്ച് കഴിക്കുക. ചില ഘട്ടങ്ങളിൽ മനുഷ്യർ ആഹാരം കഴിക്കാൻ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഗ്രീക്ക് സാഹിത്യത്തില്. ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തില് 2-ാം ഭാഗത്ത് യേശു 4 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. 6:54, 6:56, 6:57, 6:58, 4 പ്രാവശ്യം. യേശുവിന്റെ പ്രഭാഷണത്തില് അതുവരെ ഭക്ഷിക്കാന്ന് പറഞ്ഞിട്ട് ഈ 54-ാം വാക്യം വരുമ്പോൾ, 56-ാം വാക്യം വരുമ്പോൾ 57, 58 തിന്നുക എന്ന് ഉപയോഗിക്കും. ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ഭക്ഷിക്കാനുള്ള വാക്ക്, ഭക്ഷിക്കുക എന്നുള്ള അർത്ഥം ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് എസ്തിയോ എന്നാണ്, എസ്തിയോ. എന്നാൽ ഇവിടെ ട്രോഗോ എന്ന വാക്ക് ഉപയോഗിക്കുന്ന കർത്താവ് ഒരല്പം അപരിഷ്കൃതമായ വാക്കാണ്. മൃഗങ്ങൾ ഭക്ഷിക്കുന്നതിന്, അല്ലെങ്കിൽ നാവ് എന്ന് പറയല്ലോ, നാവ്, GNAW, നാവ്. ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷനിൽ നാവ്, നാ എന്നാണ് അമേരിക്കക്കാർ പറയുക. ട്രോഗോ എന്ന വാക്കിന് GNAW, നാവ്, ഗ്നാവ്. സ്പെല്ലിംഗ് അറിയാൻ വേണ്ടി ഞാൻ പറയാണ്, ഗ്നാവ്, GNAW, നാവ് എന്നാണ് ഉച്ചാരം. അതായത് ഈ എലി കരണ്ട് തിന്നില്ലേ, ഇങ്ങനെ കരണ്ട് തിന്നില്ലേ, അതിനുപയോഗിക്കുന്ന വാക്കാണ്. ആ വാക്കാണ് കർത്താവ് ഉപയോഗിക്കണേ. ഒന്നുകിൽ ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളത് ച്യൂ എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ നാവ് എന്ന് പറഞ്ഞാൽ കരണ്ട് തിന്നുക. എന്തിനാണ് കർത്താവ് ഈ വാക്ക് മാറിയത്? എസ്തിയോ എന്ന് പറഞ്ഞ സാധാരണ ഭക്ഷിക്കുക, ആ ഭക്ഷിക്കുക എന്നുള്ള വാക്കിൽ നിന്ന് മാറിയിട്ട് എസ്തിയോ, അത് മാറിയിട്ട് ട്രോഗ് എന്ന വാക്ക് കർത്താവ് എന്തിനാണ് ഉപയോഗിച്ചത്? അതും അത്ര പരിഷ്കൃതമല്ലാത്ത വാക്ക്. തന്റെ പ്രബോധനത്തിന്റെ, ജീവന്റെ അപ്പത്തെക്കുറിച്ച് തന്റെ പ്രബോധനത്തിന്റെ കേന്ദ്ര വീതിയും ഊന്നലും മാറുന്നുവെന്ന് വ്യക്തമാക്കാനാണ് കർത്താവ് വേറെ വാക്കുപയോഗിക്കണേ. ഇവിടെ മുതൽ 54-ാം വാക്യം മുതൽ വിശുദ്ധ കുർബാനയും അത് യഥാർത്ഥത്തിൽ തിന്നുന്നതുമാണ് പ്രബോധനത്തിന്റെ കേന്ദ്ര ബിന്ദു. അതിലാണ് കർത്താവ് ഊന്നൽ നൽകുന്നത്. അത് യഥാർത്ഥത്തിൽ തിന്നുന്നത് കാണിക്കാനാണ് മൃഗങ്ങൾ തിന്നുന്നത് പോലെയോ, ചവച്ചരച്ച് തിന്നുന്നത് പോലെയോ, അല്ലെങ്കിൽ എലി കരണ്ട് തിന്നുന്നത് പോലെയോ ഉള്ള ആ വാക്ക് ഉപയോഗിക്കുന്നത്. അതിനാൽ ഈ 4 സ്ഥലങ്ങളിലും ഭക്ഷിക്കുക എന്നല്ല, തിന്നുക എന്നാണ് നമ്മൾ ഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഈ വസ്തുചിത്രപരവും അല്ലേ, ഞാൻ പറഞ്ഞ എലി തിന്നുക അല്ലെങ്കിൽ ആടുമാടുകളെ ചവച്ചയക്കുക, പരിക്കരമായി വാക്ക് യേശു ഉപയോഗിച്ചതും ആവർത്തിച്ചതും ഒരൊറ്റ കാര്യം സമർത്ഥിക്കാനാണ്. കൂദാശിയിൽ നൽകപ്പെടുന്ന ജീവദായകമായ അവന്റെ മാംസം നാം തിന്ന്, അവന്റെ ജീവദായകമായ രക്തം നാം കുടിച്ച്, വെറുതെ പ്രതീകാത്മകമായ അർത്ഥത്തിലോ ആലങ്കാരിക അർത്ഥത്തിലല്ല, യഥാർത്ഥത്തിൽ തന്നെ കുടിച്ചും തിന്നും, യഥാർത്ഥവും ശാരീരികമായ വിധത്തിൽ തിന്നു കുടിച്ച് നമ്മുടെ വിശ്വാസം പ്രകടിപ്പിക്കണമെന്ന് കാണിക്കാൻ തന്നെ, ഇൻ എ റിയൽ ആൻഡ് ഫിസിക്കൽ വേ. ഞാൻ ആവർത്തിക്കുകയാണ്, മാംസം തിന്നുക, രക്തം കുടിക്കുക എന്നതിന് യഥാർത്ഥമായ അർത്ഥമാണുള്ളത്. രൂപകാർത്ഥമോ പ്രതീകാത്മകമായ അർത്ഥമോ അല്ല. പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും പറയുന്നത് പോലെ പ്രതീകാത്മകമായ അർത്ഥത്തിലല്ല. കാരണം പഴയ നിയമത്തില് പ്രതീകാത്മകമായ അർത്ഥത്തിൽ മാംസം തിന്നുക എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക, ശത്രുത പാലിക്കുക എന്നൊക്കെ ആണ് അർത്ഥം.
ഉദാഹരണം നോക്കാം. സങ്കീർത്തനം 27:2, എന്റെ മാംസം ഭക്ഷിക്കാൻ വരുന്ന ശത്രുക്കൾ മറിഞ്ഞു വീഴും. അപ്പോൾ മാംസം ഭക്ഷിക്കുക എന്നുള്ളത് അത് പ്രതീകാത്മക അർത്ഥത്തിലാണ്. പ്രതീകാത്മക അർത്ഥത്തിൽ മാംസം തിന്നുക എന്ന് പറഞ്ഞാൽ ശത്രുത പാലിക്കുക, പരിഹസിക്കുക എന്നാണ് അർത്ഥം. മരിക്കാതെ ശേഷിക്കുന്നവർ പരസ്പരം കടിച്ചു കീറി മാംസം ഭക്ഷിക്കട്ടെ എന്ന് സക്കറിയ പ്രവാചകൻ പറയുന്നുണ്ട്. സക്കറിയ 11:9. അതായത് പരസ്പരം കടിച്ചു കീറി മാംസം ഭക്ഷിക്കുക. അത് രൂപകാർത്ഥത്തിലോ പ്രതീകാത്മകാർത്ഥത്തിലാണ്. മാംസം ഭക്ഷിക്കുക എന്നുള്ളത് പ്രതീകാത്മകമായ അർത്ഥത്തിലാണെങ്കിൽ പിശാചിനുള്ള പര്യായപദമാണ്. അതിൽ രക്തം കുടിക്കുക, മാംസം ഭക്ഷിക്കുക എന്നീ യേശുവിന്റെ പ്രസ്താവങ്ങള് ആലങ്കാരിക അർത്ഥത്തിലോ പ്രതീകാത്മക അർത്ഥത്തിലല്ല യേശു ഇവിടെ ഉപയോഗിക്കുന്നത്. കുർബാനിൽ അപ്പവും വീഞ്ഞും യേശുവിന്റെ മാംസരക്തനായി രൂപാന്തരപ്പെടുകയും അത് മനുഷ്യൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും വേണം എന്ന യഥാർത്ഥവും ശാരീരികവുമായ അർത്ഥത്തിലാണ്, റിയൽ ആൻഡ് ഫിസിക്കൽ അർത്ഥത്തിലാണ് യേശു ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് യേശുവിന്റെ പച്ചമാംസം ഭക്ഷിക്കുക അല്ലെങ്കിൽ പച്ചരക്തം കുടിക്കുക എന്ന അർത്ഥത്തിലല്ല. കാരണം ഈ മാംസമായി തീരുന്ന കർത്താവ് എന്ന സംഗതിയിലും കർത്താവിന് മാംസം ഭക്ഷിക്കുക, രക്തം കുടിക്കുക എന്നതിലും ഇത്രയേറെ ഊന്നൽ കൊടുക്കുന്ന ആ സന്ദർഭത്തില് യേശു പറയാണ്, ആത്മാവാണ് ജീവൻ തരുന്നത്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പൊ പച്ചമാംസം അല്ല കർത്താവ് ഭക്ഷിക്കാൻ പറയണേ. അങ്ങനെ നമ്മൾ നരഭോജികളാകാനും അല്ല പറയുന്നത്. യോഹന്നാൻ 6:63 പറയാണ്, കർത്താവിന് മാംസം ഭക്ഷിക്കണം, അവന് രക്തം കുടിക്കണം എന്നിങ്ങനെ ഊന്നി 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 ഇങ്ങനെ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന കർത്താവ്. എന്നിട്ടും പറയാണ്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, മാംസമല്ല. എന്ന് വെച്ചാൽ ജീവദായകനായ ആത്മാവായി കർത്താവ് മാറുന്നത് എപ്പോഴാണ്? ഉത്ഥാനത്തിലാണ്. ആ ഉത്ഥാനത്തിൽ അവൻ പുതിയ തരത്തിലുള്ള ഒരു ശരീരത്തിലേക്ക് കടന്നുപോയി. അല്ലേ? വാതിലും ജനലൊക്കെ അടഞ്ഞു കിടക്കുമ്പോഴും അവന് പ്രത്യക്ഷപ്പെടാം. പക്ഷെ അവൻ ഭൂതമോ പ്രേതമോ അല്ല, ശരീരമുണ്ട് അവന്. തോമസൻ തൊടാൻ പറ്റി, സ്ത്രീകൾക്ക് അവന്റെ കാലിൽ കെട്ടിപ്പിടിക്കാൻ പറ്റി, മറിയം മഗ്ദലേക്കും കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു ശരീരത്തിലേക്കും കടന്നുപോയി, തേജസ്സാർന്ന ശരീരം. പക്ഷെ അത് യഥാർത്ഥ ശരീരമാണ്, എന്നാൽ ഭൗതിക ശരീരമല്ല. ഭൗതിക ശരീരത്തിന്റെ പരിമിതികളെ അതിലംഘിക്കുന്ന അതിനെ കവിഞ്ഞു പോകുന്ന യഥാർത്ഥ ശരീരമാണ്. അത് കഴിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. അത് പ്രതീകാത്മകമായ അർത്ഥത്തിലല്ല. യേശു എന്ന ആൾക്ക് അവന്റെ ശരീരത്തിന് 4 ചക്രവാളങ്ങളുണ്ട്. ഒന്ന്, ഈ ഭൂമിയിൽ BC 3 പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഗർഭത്തിൽ ഉരുവായി. പിന്നെ അവൻ BC 2 അവൻ ജനിച്ചു ഭൂമിയിൽ. AD 33 അവൻ മരിച്ചു. അതുവരെ അവനുണ്ടായിരുന്ന ഭൗതിക ശരീരം, അതാണ് ഒന്നാമത്തെ ശരീരം. AD 33 ഏപ്രിൽ മാസം 5-ാം തീയതി അവൻ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ അവന് തേജസ്സാർന്ന ശരീരം കിട്ടി. പക്ഷേ ഭൂമിയിൽ ഭൗതിക ശരീരത്തിൽ ജീവിച്ച അതേ ആള് തന്നെയാണ് ഉത്ഥാനം ചെയ്തത്. ആ ശരീരം തന്നെ, പക്ഷെ രൂപാന്തരപ്പെട്ടു. ആ ശരീരത്തോടു കൂടിയാണ് അവൻ ഉത്ഥാനം ചെയ്തത്. അത് ഉത്തിത ശരീരം, പക്ഷെ ഒരാൾ തന്നെ. അവൻ സഭാത്മക ശരീരമായി മാറുന്നു. നമ്മൾ അവന് ശരീരമാണ്. അവൻ നമ്മുടെ തലയാണ്. പൗലോസ്ലീഹ പറയുന്നു, നാം ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ രക്തം കുടിക്കുകയും ചെയ്യുന്നവർ യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. എന്ന് വെച്ചാൽ സഭയാണ്. സഭയെ കത്തോലിക്കർ പറയുന്ന വാക്ക് മൗതിക ശരീരം എന്നാണ്. സഭാത്മക ശരീരം എന്നാണ് കുറച്ചുകൂടി നല്ല വാക്ക്, മിസ്റ്റിക്കൽ ബോഡി. അതായത് ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടവരാണ്. മാമോദീസയാലും സൈരലേപനത്താലും തൈലാഭിഷേകം, കുർബാനയാലും ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടവരെയാണ് സഭ എന്ന് പറയണേ. അപ്പോൾ അവന്റെ ശരീരമായി മാറുകയാണ്. അപ്പോൾ ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിന്റെ എക്സ്റ്റൻഡഡ് ബോഡിയാണ്. ഇല്ലേ? കർത്താവിന്റെ ശരീരം ഇങ്ങനെ വിശാലമാക്കപ്പെട്ടതാണ് ഓരോ ക്രിസ്ത്യാനിയും. ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അപ്പോ സഭാത്മക ശരീരം, കത്തോലിക്ക സഭയിലെ ഓരോ വ്യക്തിയും ക്രിസ്തുവിന്റെ ശരീരമാണ്. അതുകൊണ്ടാണ് അവരുമായിട്ട് ഒന്നാകുന്നത്. പിന്നെ കൗദാശിക ശരീരം, വിശുദ്ധ കുർബാന. ഈ 4 ശരീരങ്ങളിലൂടെയും വരുന്നത് ഒരേ ആള് തന്നെയാണ്. അന്ന് ഭൂമിയിൽ ജീവിച്ച ആള് തന്നെയാണ് ഉത്ഥാനം ചെയ്തത്. അവൻ തന്നെയാണ് ഓരോ വിശ്വാസിയുമായിട്ടും താതാത്മ്യപ്പെട്ടിരിക്കുന്നത്. അവൻ തന്നെയാണ് കൗദാശികമായിട്ട് വിശുദ്ധ കുർബാനയിൽ വരുന്നത്. അപ്പോൾ ജീവദായകനെ ആത്മാവായി തീർന്ന ഈശോ തന്റെ ശരിക്കുള്ള ശരീരവും രക്തവും നമുക്ക് നൽകുകയാണ്. അത് അവന്റെ വാക്കിന്റെ ശക്തി, അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. അങ്ങനെ ചെയ്യാനായിട്ട് ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് അവൻ തന്നെയാണ് കൽപ്പിച്ചത്. നിങ്ങൾ ഇതുവരെ എന്റെ നാമത്തിൽ ചോദിച്ചിട്ടില്ല, ചോദിക്കൂ തരുമെന്ന് പറഞ്ഞു. അവന്റെ നാമത്തിൽ നമ്മൾ ചോദിക്കുന്നത് പരീക്ഷയ്ക്ക് പാസ്സാകാനോ വിസ കിട്ടാനോ ഒന്നുമല്ല. അവന്റെ നാമത്തിൽ നാം ചോദിക്കുന്നത് കൂദാശയ്ക്ക് മാത്രമാണ്. അങ്ങനെ
അവന്റെ നാമത്തിൽ അവന്റെ ആളത്വത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ ഇറക്കിക്കൊണ്ടുവരാനായിട്ട് അവന്റെ ആത്മാവിന് പൗരോഹിത്യത്തിന്റെ ആത്മാവിനെ ഇട്ടുകൊടുത്തിരിക്കുന്നതാണ് പുരോഹിതന്മാരിൽ. അങ്ങനെ ആ പൗരോഹിത്യം ഇല്ലെങ്കിൽ, ഈ വിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ കത്തോലിക്ക സഭയുണ്ടാകില്ല. വെറും ഒരു മത ക്ലബ്ബായിട്ട് മാറും. ഈ പെന്തക്കോസ്തക്കാർ ഒരു വെറും മത ക്ലബ്ബാണ്, നല്ല മത ക്ലബ്ബാണ്, പക്ഷെ സഭയല്ല. ദൈവസഭക്കാരെന്ന് പറയുന്ന ഒരു ക്ലബ്ബാണ്. പൗരോഹിത്യം കൂതാശ അവിടെ ഇല്ല. അതില്ലാതെ സഭയാകില്ല. അതുകൊണ്ടാണ് കർത്താവ് തന്നെ ഈ മഹാപുരോഹിത പ്രാർത്ഥന ചൊല്ലി സ്ലീഹന്മാരെ പുരോഹിതന്മാരായി വാഴിച്ചത്. സ്ലീഹന്മാര് കൈവപ്പിലൂടെ മെത്രാന്മാരെയും പുരോഹിതന്മാരെയും വാഴിച്ചത്. ഇതൊക്കെ നമ്മുടെ ബൈബിളിൽ കിടക്കുന്നതാ. എന്നിട്ടും പുതിയ നിയമത്തിൽ പൗരോഹിത്യമില്ല. യേശു എന്ന പുരോഹിതൻ മാത്രമേ ഉള്ളൂ. അവൻ മറ്റാരെയും പുരോഹിതന്മാരെ വാഴിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് തെറ്റായി പഠിപ്പിക്കുന്നത്. അപ്പം ഒരു തെറ്റ് പഠിപ്പിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിന് പുറകെ ഒരുപാട് തെറ്റുകൾ വരും. അവരാദ്യം പരിശുദ്ധ കന്യാമൃത്തെ ആക്രമിക്കാൻ തുടങ്ങി, പിന്നെ കുർബാനയെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ പൗരോഹിത്യത്തെ ആക്രമിക്കേണ്ടതായിട്ട് വരും അവർക്ക്. പിന്നെ യേശുക്രിസ്തുവിന്റെ തനിമ അവർ നഷ്ടപ്പെടുത്തി. അപ്പം മറിയത്തിന് വേറെ മക്കളുണ്ടെന്ന് പഠിപ്പിക്കാനായിട്ട് ഒന്നിനും കൃത്യമായ ഒരു തെളിവുമില്ല. തിരുവചനങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് പഠിപ്പിക്കുന്നത്. പിന്നെ വചനങ്ങൾ അർത്ഥം അറിയില്ല. ഈ ശുശ്രൂഷ എന്ന വാക്കിന് ഈ ഡീക്കന്മാരുടെ ശുശ്രൂഷയല്ല, ദിവ്യ ശുശ്രൂഷ, ലൈത്തുർഗിയ, ലിറ്റർജി. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. പൗലോസ് പറയാണ്, ഞാൻ ലൈത്തുർഗോസ് ആണ്, അതായത് ലിറ്റർജി അർപ്പിക്കുന്ന പുരോഹിതനാണ് ഞാൻ. എന്നിട്ട് ഞാൻ സമർപ്പിക്കുന്നത് കർത്താവ് ചെയ്തതുപോലെ ഈ മാനസാന്തരപ്പെട്ട വിജാതരെയാണ് ഞാൻ കർത്താവിലേക്ക് കൊടുക്കുന്നത്. കർത്താവ് അവരെ കുരിശിലേക്ക് എടുത്തു വെച്ച് ആ കുരിശിൽ കിടന്നുകൊണ്ട് ദൈവപിതാവിന് കൊടുക്കുന്നു. ഇതാണ് ബലി എന്നാണ്. എത്രയോ ആഴമേറിയ സംഗതികളാണ്. പക്ഷെ ഈ ആഴത്തിലേക്ക് പോകാൻ പറ്റാതെ ഈ പുറത്ത് വചനത്തിന്റെ തൊലിപ്പുറത്ത് കിടന്നിട്ട് ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട് ഓക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ വാക്കെന്താണ്? മലയാളത്തിലല്ല എഴുതിയിരിക്കുന്നത്, ഗ്രീക്കിലും ഹീബ്രുവിലും ഒക്കെ അല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം അറിയണ്ടേ? അങ്ങനെ അതിന്റെ അർത്ഥത്തിന്റെ ആഴങ്ങളിലേക്ക് പോയി കത്തോലിക്ക സഭ രൂപപ്പെടുത്തിയതിനെയാണ് വിശ്വാസ പ്രമാണം, വിശ്വാസ സത്യങ്ങൾ എന്ന് പറയണേ. അങ്ങനെ കത്തോലിക്ക സഭ കണ്ടെത്തുന്നത് ഇങ്ങനെ ഇൻവെന്റ് ചെയ്യല്ല. കത്തോലിക്ക സഭ വചനത്തിൽ കിടക്കുന്ന സംഗതികള്, അതിൽ ഹീബ്രുവിലും ഗ്രീക്കിലും ലത്തീനിലൊക്കെ കിടക്കുന്ന, സുറിയാനിലും കിടക്കുന്ന സംഗതികളുടെ അതിന്റെ ഒരു വിശദീകരണമാണ് വ്യാഖ്യാനമായിട്ടും ഡോക്മയായിട്ടും നൽകുന്നത്. ഞാൻ ഈ പറ്റാവുന്ന എല്ലാ മതങ്ങളും പറ്റാവുന്ന എല്ലാ സഭാ വിഭാഗങ്ങളെയും കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ എനിക്ക് കത്തോലിക്ക സഭയോടുള്ള സ്നേഹവും ആദരവും കൂടുകയാണ്. അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട്. സീറോ മലബാർ സഭയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ലത്തീൻ സഭയിലുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളൊന്നും എന്നെ അലട്ടാത്തതിന് കാരണം ആ പ്രശ്നം പരിഹരിക്കാനുള്ള എന്റേതായ തരത്തിൽ ഞാൻ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും എന്നെ അലട്ടാത്തതിന് കാരണം ഈ പുറത്ത് കാണുന്നതിന് അപ്പുറത്താണ് ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. ഈ കത്തോലിക്ക സഭയുടെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധ റൂഹയാണ്, പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് അതിന് സഭ എന്ന് പറയണേ, അല്ലെങ്കിൽ ഒരു മത ക്ലബ്ബായിട്ട് മാറും. ഞാൻ ആവർത്തിക്കുക, ഈ കുർബാന അതുപോലെ മറ്റു കൂതാശകൾ ഇല്ലെങ്കിൽ, അത് അനുഷ്ഠിക്കാൻ പൗരോഹിത്യമില്ലെങ്കിൽ മത ക്ലബ്ബായിട്ട് മാറും. പ്രോട്ടസ്റ്റന്റ് സഭ ഒരു സഭയല്ല, ഒരു മത ക്ലബ്ബാണ്. 16-ാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യൻ തുടങ്ങിയ മാർട്ടിൻ ലൂതർ തുടങ്ങി. പിന്നെ അത് പല വിഭാഗങ്ങളായിട്ട് പോയി. ദൈവം മനുഷ്യനായി വന്ന യേശുക്രിസ്തു സ്ഥാപിച്ച ഒറ്റ സഭയുള്ളൂ, അത് തിരുസഭയാണ്. ആ തിരുസഭയിൽ ഇപ്പൊ 24 വ്യക്തിഗത സഭകളുണ്ട്. ഈ ശ്ലൈഹിക പാരമ്പര്യമുള്ള ചില സഭകളുണ്ട്. പക്ഷെ അവര് പത്രോസുമായിട്ട് ഐക്യത്തിൽ വന്നാലേ സഭയുടെ പൂർണ്ണതയിലേക്ക് എത്തും. അവർക്ക് പാരമ്പര്യങ്ങളൊക്കെ ക്യാമുമായിട്ട് അവർക്ക് ഉണ്ടാകുമായിരിക്കാം. പക്ഷെ പത്രോസുമായിട്ട് ഭിന്നതയിലായാൽ ആ സഭയുടെ പൂർണ്ണത ഉണ്ടാകില്ല. കാരണം കർത്താവ് ഈ 12 പേരുടെ തലവനായിട്ട് പത്രോസിനെ വെച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കണം. പാരമ്പര്യങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത്, സൈനിക പാരമ്പര്യം നഷ്ടപ്പെടുത്തരുത്. പക്ഷെ അതേസമയം ഈ പത്രോസിന്റെ പരമാധികാരം അംഗീകരിക്കുകയും വേണം. പത്രോസ് ആകട്ടെ മറ്റുള്ളവരുടെ തുല്യതയും അന്തസ്സും ബഹുമാനിക്കും വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അതാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയത് പോലും. അതേക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ പുസ്തകങ്ങൾ വായിക്കുക, തോമായുടെ സിംഹാസനം പുസ്തകം എങ്കിലും വായിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ കിട്ടും. ചുരുക്കത്തില് യേശുവിന്റെ ശരീരം ഭക്ഷിക്കണം, ശരിക്കും തിന്നണം. പക്ഷെ ആ ശരീരം എന്ന് പറയുന്നത് പച്ചമാംസമല്ല, രൂപാന്തരം വന്ന അവന്റെ ആളത്വമാണ്. ഇത് എന്റെ ശരീരം ആകുന്നെന്ന് പറഞ്ഞാൽ, ഈ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്ഥിയിൽ തൂങ്ങിക്കിടക്കുന്ന മാംസമല്ല, മറിച്ച് ആള്. ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ തന്നെയാണ്. ഇതെന്റെ രക്തം എന്ന് പറഞ്ഞാൽ ഇതെന്റെ ജീവനാണ്, ദൈവിക ജീവൻ. ആ ദൈവിക ജീവൻ നമ്മൾ കൺസ്യൂം ചെയ്താലേ നമുക്ക് ദൈവിക ജീവൻ ഉണ്ടാകൂ. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിന് നൽകപ്പെടുക എന്ന് പറയുന്നത് ദൈവിക ജീവൻ നൽകപ്പെടുക എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുക.
കുറച്ച് അത്ഭുതങ്ങളോ ഭാഷാവർത്ത പ്രസംഗിക്കുന്നതോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതോ അതൊക്കെയാണ് പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും പരിശുദ്ധാത്മാവിന്റെ വരവായിട്ട് കാണുന്നത്. അത് കരിസ്മാത്ത എന്നാണ് പൗലോസ് അതിനെ പറയണേ. അതല്ല പരിശുദ്ധാത്മാവിന്റെ ആഗമനം. പരിശുദ്ധാത്മാവിന്റെ ആഗമനം എന്ന് പറയുന്നത് ദൈവിക ജീവനാണ്. അത് കൗതാശികമായിട്ടാണ് നമുക്ക് നമ്മിലേക്ക് ഇട്ടു തരുന്നത്. അതിനാൽ ഞാൻ ആവർത്തിക്കുന്നു, യേശു മരിച്ചു, ഉത്ഥാനം ചെയ്തു, സ്വർഗത്തിലേക്ക് കടന്നുപോയി. അപ്പോൾ അവനൊരു പുതിയ ജനത്തിലുള്ള ജീവൻ വന്നു. ആ ജീവൻ, ആ ശരീരം, അതാണ് വിശുദ്ധ കുർബാനിൽ നൽകപ്പെടുന്നത്. അവൻ മരിക്കുകയും ഉയർക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ കുർബാന ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങൾക്ക് നസറത്തിൽ യേശു എന്ന് പറയുന്ന ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകം 3 വോള്യങ്ങളായിട്ട് നമ്മൾ ആളൊരു ബിബ്ലിയ ഇറക്കിയിട്ടുണ്ട്. നസറത്തിൽ യേശു 1-ാമത്തെ വോള്യം 447 ആ പേജുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. കുരിശ്, മരണം, ഉത്ഥാനം എന്നിവരുടെ യേശു പുതിയ ജനസുകളുടെ ജീവനിലേക്ക് കടന്നുപോയി. ആ ജീവനാണ് മാംസരക്തങ്ങളായി ഈ യേശു കുർബാനയിൽ നൽകുന്നത്. അതുകൊണ്ട് മാംസരക്തങ്ങൾ എന്ന പ്രയോഗത്തിന് എന്റെ ജീവൻ, ഞാൻ തന്നെ, എന്റെ ജീവൻ തന്നെ, ഞാനാകുന്ന ആളത്വം നിങ്ങൾക്ക് നൽകുകയാണ്, നിങ്ങൾ ഞാനും ഒന്നാകാൻ വേണ്ടി. ഇനി ഞാനല്ല ക്രിസ്തുവിനെ ജീവിക്കുന്നുവെന്ന് കൗതാശികമായും അസ്തിത്വാത്മകമായും പറയത്തക്ക വിധം നമുക്ക് അത് ഉൾക്കൊള്ളാം. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ തിരുനാള്, ഈ പരിശുദ്ധ കുർബാനയ്ക്കെതിരെ നടക്കുന്ന ഒരുപാട് തിന്മകൾ നടക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാനയ്ക്കെതിരെ സഭയിൽ നിന്ന് വിട്ടുപോയവരും ഇല്ലേ, അത് അംഗീകരിക്കാൻ പറ്റാണ്ടാണ് യൂദാസ് വിട്ടുപോയത്. നിങ്ങൾ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലേ, നിങ്ങൾ ഒരുവൻ പിശാചാണെന്ന് പറയുന്നത് ഈ അധ്യായത്തിലാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള ആ പ്രഭാഷണത്തിന്റെ സമാപനത്തിലാണ് യൂദാസ് ജീവന്റെ അപ്പത്തെക്കുറിച്ച്, അതായത് കർത്താവിന് ശരീരവും രക്തവും തിന്നുകയും കുടിക്കുകയും എന്ന് പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാതെ തെറ്റിപ്പിരിഞ്ഞു പോയതാണ് യൂദാസ്. ഇപ്പോൾ പെന്തക്കോസ്തുകാരും യഹോവസാക്ഷികളും ദൈവസഭക്കാരും പ്രൊഫഷണലുകാരും ഒക്കെ ഈ കുർബാന അംഗീകരിക്കാതെ തെറ്റിപ്പിരിഞ്ഞു പോകുമ്പോൾ യൂദാസ് ചെയ്തതുപോലെയാണ് ചെയ്യുന്നത്. ഞാൻ അവരെ യൂദാസ് എന്ന് വിളിക്കുന്നില്ല, പക്ഷേ യൂദാസ് ചെയ്താണ് അവർ ചെയ്യുന്നത്. ആ തെറ്റ് തിരുത്തി പത്രോസും കർത്താവിന് തള്ളി പറഞ്ഞു, യൂദാസ് ഒറ്റിക്കൊടുത്തു, പത്രോസ് മാനസാന്തരപ്പെട്ടു. പാപം ചെയ്യാത്തവരല്ല ഇവരാരും. നിങ്ങളും ഇല്ലേ മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ കുർബാനയിലേക്ക് തിരിച്ചു വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഐക്യത്തിന്റെ കൂതാശയാണ്. പക്ഷെ ഐക്യത്തിന്റെ കൂതാശയാകണമെങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കണം. അപ്പോഴേ ഐക്യമുണ്ടാകൂ. അവന്റെ ശരീരം ഭക്ഷിച്ചാലല്ലേ അവന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറൂ. അപ്പോഴല്ലേ ഇതിനെയാണ് നമ്മൾ പുണ്യവസ്തുക്കൾ ഐക്യത്തിനെയാണ് പുണ്യവാന്മാർ ഐക്യമായിട്ട് പിന്നീട് മനസ്സിലാക്കിയത്. പുണ്യവസ്തുവിലുള്ള ഐക്യം. പുണ്യവസ്തു എന്ന് പറഞ്ഞാൽ കുർബാന. വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാകുന്നു പറയുന്നു. അപ്പൊ പറയാണ് ഞങ്ങൾക്ക് എന്ത് വിശുദ്ധിയുണ്ട്, നിനക്കല്ലാതെ എന്താണ് നമ്മൾ മറുപടി പറയുന്നത്? ആ പുണ്യവസ്തു പുണ്യവാന്മാർക്കുള്ളതാണ്. ആ പുണ്യവസ്തു എന്ന് പറഞ്ഞ വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ് ഈ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഉൾപ്പെടുന്നത്. ആ പുണ്യവാന്മാരുടെ ഐക്യം കണക്കാക്കിയിട്ടാണ്, ആ ഐക്യത്തിലാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകളും മറിയത്തിന്റെ പ്രാർത്ഥനയൊക്കെ നമുക്ക് ഫലപ്രദമാകുന്നത്. എല്ലാം തിരുവചനത്തിൽ അടിസ്ഥാനമിട്ടതാണ്. അതിനാൽ ഈ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ അതൊരു സ്നേഹമാണ്. ആ വിശുദ്ധ കുർബാനയെ ബഹുമാനിക്കാതെ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികര് അവർ വിചാരിക്കുന്ന അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് വിശുദ്ധ കുർബാന. കർത്താവ് സഭയെ ഏൽപ്പിച്ചു. സഭയാണ് എങ്ങനെ ചൊല്ലണമെന്ന് പറയുന്നത്. അങ്ങനെ ചൊല്ലിയാൽ തന്നെ അത് വാലിഡും ലിസിറ്റും ആകും. അതുകൊണ്ടാണ് പ്രാർത്ഥന മാറ്റാൻ പറ്റില്ല എന്ന് ലേവൻ മാർപ്പാപ്പ പറയുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, നമ്മുടെ ബുദ്ധിയല്ല, ഇത് ദൈവം നൽകിയതാണ്. ദൈവം നൽകിയത് മാറ്റാൻ നമുക്ക് അർഹതയില്ല. സഭയുടെ കയ്യിൽ ദൈവരാജ്യം താക്കോല് കൊടുത്തിട്ടുണ്ട്. സഭ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് ചില മാറ്റങ്ങൾ വരുത്തും. സഭ നമുക്ക് ഓരോരുത്തർക്ക് മാറ്റാൻ അധികാരമില്ല. അപ്പോൾ ഈ സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവരുണ്ട് കുർബാനയോടുള്ള എതിർപ്പ് കൊണ്ട്, യൂദാസിനെ പോലെ. സഭയ്ക്ക് ഉള്ളിൽ നിൽക്കുന്നവർ യൂദാസിനെ പോലെ കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം പ്രായശ്ചിത്തമാകണം നമ്മുടെ രീതികൾ. അതേസമയം നമ്മള് കുർബാന സ്നേഹിക്കുന്നവര് കർത്താവിനെ ശരിക്കും സ്നേഹിച്ച് അവനുമായി ഒന്നായി, ഭാര്യയും ഭർത്താവും ഒന്നാകുന്ന ഒരു സ്നേഹത്തിന്റെ ഒരു ആഴമുണ്ടല്ലോ, അതുപോലൊരു ആഴം, അതിനേക്കാൾ വലിയൊരു ആഴമാണ് നമ്മൾ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ. അപ്പോഴാണ് അവൻ മണവാളനും നമ്മൾ മണവാട്ടിയുമായി മാറുന്നത്. മണവാട്ടിയുമായിട്ട് ഒന്നാകുന്നത് കത്തോലിക്ക സഭയിൽ മാത്രമാണ്, അല്ലെങ്കിൽ കത്തോലിക്ക സൈക്യ പാരമ്പര്യമുള്ള സഭയിൽ മാത്രമാണ്. ആ ഐക്യം, ആ ഇന്റിമസി, അത് കർത്താവിനോട് കൂടി ഉണ്ടാകാൻ, കർത്താവും നമ്മൾ തമ്മിൽ ഒരൊറ്റ ഒരു രഹസ്യാത്മക ബന്ധമാണത്. അത് ശരിക്കുള്ള ബന്ധമാണ്. ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ, ആ സ്നേഹത്തിൽ വളരാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.